നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. 2025 പ്രധാനമായും ജനുവരി മാസത്തിൽ 3 രാശിമാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് മകരം 8-ാം തീയതി ചൊവ്വ ഇപ്പോൾ നിൽക്കുന്ന കർക്കിടകം രാശിയിൽ നിന്നും വക്രത്തിലേക്ക്, അതായത് മിഥുനൻ രാശിയിലേക്ക് പിന്നോക്കം പോകുന്നു. അത് 3-4-2025 വരെയാണ്. 2025 ജനുവരി 21-ന് 10:28 AM മുതൽ 3-4-2025 വരെ ചൊവ്വ നിൽക്കുന്നത് മിഥുനം രാശിയിലാണ്. ചൊവ്വയുടെ നീചരാശിയായ കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിന്നപ്പോൾ പലർക്കും പലവിധത്തിലുള്ള കഷ്ടങ്ങളും രോഗാദി ദുരിതങ്ങളും ശത്രുഭീതിയും മാനസിക വിക്ഷോഭവും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചൊവ്വ മിഥുനം രാശിയിലേക്ക് മാറുന്നു. ഈ രാശി മാറ്റം ഒരുപാട് പേർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. ചൊവ്വ മിഥുനൻ രാശിയിലും, മിഥുനൻ രാശി ചൊവ്വയുടെ ശത്രുക്ഷേത്രമാണെങ്കിലും നീചരാശിയല്ല. ഇപ്പോൾ കർക്കിടകൻ രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ നീചരാശിയാണ്. അപ്പം മേടൻ രാശിയിലുള്ളവർക്കും വൃശ്ചിക രാശിയിലുള്ളവർക്കും അവിട്ടം ചിത്തിര മകേരം ചൊവ്വ ദശാനാഥനായുള്ളവർക്കും ഒക്കെ പല വിധത്തിലുള്ള കഷ്ടങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അല്പം ആശ്വാസം ചൊവ്വയുടെ ഈ രാശിമാറ്റം കൊണ്ട് കുറേ രാശിക്കാർക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് അത് നോക്കാം. അപ്പോൾ ഒരു 3 മാസക്കാലം ജനുവരി 21 മുതൽ ഏപ്രിൽ 3-ാം തീയതി വരെയുള്ള ഈ സമയത്തെ ചൊവ്വയുടെ രാശിമാറ്റം ഓരോ രാശിക്കാർക്കും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനായ ചൊവ്വ 3-ാം ഭാവത്തിലേക്ക് വരുന്നു. അത് അവർക്ക് ഗുണഫലങ്ങളാണ് ചെയ്യുന്നത്. 3-ലെ ചൊവ്വ എന്ന് പറയുന്നത് ഒരു മിത്രങ്ങളൊക്കെ അനുകൂലത്തിൽ വരികയും ശത്രുഭാവത്തിൽ നിന്നിരുന്നവർ പോലും അനുകൂല ഭാവത്തിലേക്ക് വരികയും സുബ്രഹ്മണ്യ സ്വാമിയുടെ മാസം കൂടിയാണ് ഈ മകരമാസം. അപ്പം മകരമാസത്തിൽ പ്രത്യേക അനുഗ്രഹം തൈപ്പൂയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാശി മാറ്റം മേടൻ രാശിക്കാർക്ക് അവരുടെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിനും മകരത്തൈപ്പൂയത്തിനൊക്കെ പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുക. കഴിയുമ്പോഴൊക്കെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകമോ പാലഭിഷേകമൊക്കെ ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി അമ്മയ്ക്ക് പട്ടൊക്കെ സമർപ്പിക്കുന്നത് കൊണ്ട് ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ഒരു മാറ്റമാണ് വന്നു ചേരുന്നത്. അപ്പം മേടൻ രാശിക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും. ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. അതായത് സ്വന്തം രാശി, അതായത് 3-ാം ഭാവത്തിൽ നിന്ന് 2-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തികത്തിൻ്റെ സ്വല്പം ബുദ്ധിമുട്ടുകൾ വരും. നല്ല ഓവർ ടൈം വർക്കൊക്കെ കിട്ടിയിരുന്ന കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് സാമ്പത്തികത്തിൻ്റെ കുറച്ച് വരുമാനം അല്പം കുറയും. പക്ഷേ രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ എന്നാൽ അല്പം വർദ്ധിക്കുകയും ചെയ്യും. അപ്പം ഇടവൻ രാശിക്കാർക്ക് അത്ര വലിയ ഗുണം ഉണ്ടാവുകയില്ല. ഇനിയോ 3-ാമത്തെ രാശിയായ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശി എന്ന് ഇടവൻ രാശി എന്ന് പറയുന്ന കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും അതുപോലെ മകേരത്തിൻ്റെ ആദ്യ 2 പാദവും ചേരുന്ന ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശ്യാധിപനായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവുകയും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മൂലം സാമ്പത്തികത്തിൽ വരാവുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങളുടെ അളവ് കുറഞ്ഞു കിട്ടും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശി എന്ന് പറയുന്നത് മകയിരത്തിൻ്റെ അവസാന 2 പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2-ാം ഭാവത്തിൽ നിന്നും സ്വന്തം രാശിയിലേക്കുള്ള ഇതിൻ്റെ ചൊവ്വയുടെ മാറ്റം
ഒരുപാട് ഗുണം ചെയ്യില്ല. ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വന്നു ചേരുവാനുള്ള സാഹചര്യം ഉണ്ടാവും. എന്നിരുന്നാൽ പോലും സുബ്രഹ്മണ്യ സ്വാമിയുടെ മാസമായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, തൈപ്പൂയമൊക്കെ നന്നായിട്ട് ആഘോഷിക്കുമ്പോൾ, അവിടെ യഥാശക്തി വഴിപാടുകളൊക്കെ കഴിച്ച് പൂയത്തിന് അർച്ചനയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുമ്പോൾ, കാവടിയൊക്കെ എടുക്കാൻ പറ്റുന്നവർ അതൊക്കെ എടുത്തു കഴിയുമ്പോൾ ആ വരാനിരിക്കുന്ന കഷ്ടതകൾ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാക്കുവാൻ സാധിക്കും. മുരുക 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 എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ വളരെ നന്നായിരിക്കും. 4ാമത്തെ രാശിയായ കർക്കിടകം രാശി. കർക്കിടകൻ രാശിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർക്കിടകൻ രാശി എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രം. ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാശിയിൽ നിന്നും, അതായത് ചന്ദ്രൻ്റെ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് 12ലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം അല്പം ഗുണമാണ് ചെയ്യുന്നത്. കാരണം നീചരാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വ എപ്പോഴും ഒരു ടെൻഷനൊക്കെ വന്നിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു, ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുകയും എന്തൊക്കെ ചെയ്താലും ഒരു ഗുണഫലങ്ങൾ കിട്ടാതിരുന്ന ഈ സമയത്ത്, അഷ്ടമശനിയുടെ കഷ്ടമൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ചൊവ്വ അതിൻ്റെ നീചരാശിയിൽ നിന്ന് കുറച്ച് ടെൻഷനൊക്കെ വരുത്തിയിരുന്നു. അതൊക്കെ മാറിയിട്ട് 12ലും അത്ര ശുഭമായ സ്ഥാനത്തല്ല എങ്കിൽ പോലും ദുർഗാദേവിയുടെ അനുഗ്രഹം ഇവർക്ക് പൂർണ്ണമായി കിട്ടുന്നതുകൊണ്ട് ദുർഗാമായി പൗർണമി നാളിലും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചനയും വഴിപാടും ഒക്കെ കഴിക്കുകയും ചെയ്യുന്നതോടുകൂടി കർക്കിടകൻ രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം അല്പം ഗുണം ചെയ്യും. ഇനി ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം ഇവരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ നീചരാശിയിൽ നിന്ന് ചൊവ്വ രാശി 11ാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് കുറച്ച് ആശ്വാസം വന്നു ചേരും. സാമ്പത്തികം ഇങ്ങനെ 10ലെ വ്യാഴത്തിൻ്റെ കുറച്ച് അലച്ചിലും അതുപോലെ കണ്ടകശനിയുടെ കഷ്ടതയൊക്കെ അനുഭവിക്കുകയും 12ാം ഭാവത്തിൽ ചൊവ്വ നീചരാശിയിൽ നിന്നുകൊണ്ട് മനസ്സിന് ഭാരം വരുന്ന കുറേ പ്രവർത്തനങ്ങളിൽ ചെന്നപ്പെടും. അധ്വാനത്തിനനുസരിച്ചിട്ടും വരുമാനം ലഭിക്കാതെ വരിക, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടാകാതിരിക്കുക, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ പോലും ശത്രുഭാവത്തിൽ വരിക ഒക്കെ ചെയ്തിരുന്ന ആ സമയമൊക്കെ ഒന്ന് മാറിയിട്ട് സമ്പത്തൊക്കെ ഒരു അനുകൂല ഭാവത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഷഷ്ടിവ്രതം എടുക്കുമ്പോൾ, തൈപ്പൂയം ആഘോഷിക്കുമ്പോൾ, കാവടിയൊക്കെ എടുത്ത് സുബ്രഹ്മണ്യ സ്വാമിയെ 108 പ്രാവശ്യം മുരുക മുരുക എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഓം വം വജദ്ഭുവേ നമഃ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഈ ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യപാദവും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വയുടെ രാശിമാറ്റം 10ാം ഭാവത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങളാണ് ഇവർക്കുണ്ടാവുക. ശിരസിൽ കേതുവും 7ാം ഭാവത്തിൽ രാഹുവൊക്കെ നിന്ന് കുറച്ച് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ വ്യാഴം പൂർണ്ണ ബലത്തിലുള്ളത് കൊണ്ട് നല്ലതൊക്കെയാണ്. എന്നിരുന്നാൽ പോലും ഈ ചൊവ്വയുടെ രാശിമാറ്റം കർമ്മസ്ഥാനത്ത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ജോലി സ്ഥിരതയും അതുപോലെ തന്നെ പട്ടാളം, പോലീസ് വിഭാഗങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ കിട്ടുന്നതാണ്. കർമ്മസംബന്ധമായ കൂടുതൽ ഗുണഫലങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒരളവ് വരെ മാറുന്നതിന് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, അതുപോലെ തന്നെ തൈപ്പൂയത്തിന് കാവടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, അതുപോലെ ഷഷ്ടിനാൾ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഇവർക്ക് നല്ല അനുഗ്രഹം ഉണ്ടാകും. തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖത്തിൻ്റെ 3 പാദവും ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 9ാം ഭാവത്തിലേക്കാണ്, 10ാം ഭാവത്തിൽ നിന്ന് 9ാം ഭാവത്തിലേക്കുള്ള ചൊവ്വയുടെ രാശിമാറ്റം അത്ര വലിയ ഗുണങ്ങൾ ചെയ്യില്ല എങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഗുണഫലങ്ങൾ വർദ്ധിക്കാനുള്ള സഹായകമാകും. അതിനുവേണ്ടി മുരുക മുരുക എന്ന് ജപിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഓം വം വജദ്ഭുവേ എന്ന മൂലമന്ത്രം ജപിക്കുക, ശരവണഭവ എന്ന് പ്രാർത്ഥിക്കുക, കാവടി എടുക്കുന്നത്, ഷഷ്ടിവ്രതം എടുക്കുന്നത് ഒക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. രാശിനാഥനായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിച്ച് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ചൊവ്വയുടെ ദോഷങ്ങൾ ഒരു തരത്തിൽ 9ാം ഭാവത്തിന് അനുഗ്രഹസ്ഥാനത്ത് വരേണ്ട ചൊവ്വ കൂടുതൽ അനുഗ്രഹ ഫലങ്ങൾ നൽകുന്നതായിരിക്കും.
ഇനി വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥനായ ചൊവ്വ 8ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ നല്ലതാണ്. ചൊവ്വ അഷ്ടമഭാവത്തിൽ നിൽക്കുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും വരും. വ്യാഴം എഴുന്നേൽപ്പുണ്ട്. ശനി 4ാമിടത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബസംബന്ധമായ അല്പസ്വല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മൂലം, തൈപ്പൂയം ആഘോഷിക്കുന്നത് മൂലം, തൈപ്പൂയത്തിന് വ്രതം എടുക്കുക, അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ ഭദ്രയ്ക്കും സുബ്രഹ്മണ്യ സ്വാമിക്കൊക്കെ വഴിപാട് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ പട്ടും നാണയക്കിഴിയൊക്കെ സമർപ്പിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. പൊതുവെ ഈ രാശിമാറ്റം വൃശ്ചിക രാശിക്കാർക്ക് അനുകൂലമായ കാലമാണ് ഉണ്ടാകുന്നത്. ഇനി ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർഗസ്ഥാനത്തേക്കാണ് ചൊവ്വയുടെ മാറ്റം. മാർഗസ്ഥാനത്ത് ചൊവ്വ വരുന്നുണ്ട്, പക്ഷെ വ്യാഴം 6ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരിളവ് വരെ ഭഗവാന്റെ സഹായം കിട്ടുന്നതാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ ഉപാസിക്കുന്നത്, അതുപോലെ തന്നെ അതോടൊപ്പം വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഭദ്രയെ ഉപാസിക്കുന്നത്, കൊടുങ്ങല്ലൂർ താലപ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ അതുപോലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുന്നതും, തിരുച്ചെന്തൂരൊക്കെ ഈ മടിപ്പിച്ചൊക്കെ എടുത്തുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന് തിരുച്ചെന്തൂരൊക്കെ പോയി ദർശനം നടത്തുന്നത്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ വ്യാഴം ഇപ്പോൾ പിഴച്ചു നിൽക്കുകയാണെങ്കിൽ പോലും ചൊവ്വയുടെ ആനുകൂല്യം ഇവർക്ക് ലഭിക്കുന്നതാണ്. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന 3 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദവും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു മാറ്റമാണ് ഇവർക്ക് വരുന്നത്. 6ാം ഭാവത്തിലേക്കാണ് ചൊവ്വ. 6ാം ഭാവത്തിൽ വരുമ്പോൾ ശത്രുക്കളുടെ ഒരു ബലം അല്പം കൂടുമെന്ന് മാത്രം. പക്ഷെ എന്തായാലും എന്തെങ്കിലും ശത്രുദോഷ കർമ്മങ്ങളൊക്കെ ചെയ്താൽ ഗുരുതി പൂജയോ ഗുരുതിയോ അതുപോലെ തന്നെ ഗുരുതിക്കൂട്ട് സമർപ്പിക്കുക, ക്ഷേത്രങ്ങൾ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ശത്രുക്കളുടെ ശത്രുദോഷങ്ങൾ ഇല്ലാതാവും. മനസ്സിനൊരു ബലവും ആത്മധൈര്യവും ഒക്കെ വർദ്ധിക്കും. ഇനി നമുക്ക് കുംഭം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ അവസാന 2 പാദവും ചതയവും പൂരിട്ടാതിയുടെ ആദ്യ 3 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വയുടെ രാശിമാറ്റം 5ാം ഭാവത്തിലേക്കാണ്. സന്താനങ്ങൾക്ക് അല്പസ്വല്പം മാനസിക ബുദ്ധിമുട്ടുകളും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വിജയത്തിലെത്താൻ വരെ ഇതിരിക്കുകയും ചെയ്യുമ്പോൾ മുരുകനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്യുകയും ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനും ദർശനം നടത്തി യഥാശക്തി വെയിലും ചൂലും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നാണയമൊക്കെ സമർപ്പിക്കുമ്പോൾ എല്ലാ ദോഷങ്ങളും മാറി അനുകൂലമായൊരു സാഹചര്യം വന്നു ചേരും. അവസാനം 12ാമത്തെ രാശിയായ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചൊവ്വ 4ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 4ാം ഭാവത്തിലെ ചൊവ്വ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം, കുടുംബ സമാധാനക്കുറവ് വന്നേക്കാം. അപ്പം അതുകൊണ്ട് എപ്പോഴും സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രവും വം വജദ്ഭുയ നമ എന്ന് ജപിക്കുന്നത്, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പനിനീരഭിഷേകം കഴിക്കുന്നത്, ഷഷ്ടിവ്രതം എടുക്കുന്നത്, ഭദ്രകാളിക്ക് നെയ്വിളക്ക് കത്തിക്കുന്നത്, നാരങ്ങാ ദീപം ചാർത്തുന്നതൊക്കെ, നാരങ്ങ മാല ചാർത്തുക, നാരങ്ങാ ദീപം തെളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വരാനിരിക്കുന്ന കഷ്ടതകളെല്ലാം മാറി അനുകൂല സാഹചര്യങ്ങൾ വരും. ഈ ചൊവ്വയുടെ രാശിമാറ്റം 27 നക്ഷത്രക്കാർക്കും, അതായത് 12 രാശിക്കാർക്കും അനുകൂലമായി തീരുവാൻ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കൂ. ഭദ്രകാളി സ്തവം നിത്യം ജപിക്കുക. ചൊവ്വാഴ്ചകളിൽ പ്രത്യേകമായി ചുവപ്പ് വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ചുവന്ന പട്ടും നാണയമൊക്കെ പറ്റുന്നത്രയും ഭഗവതി ക്ഷേത്രത്തിലും മുരുകൻ്റെ അമ്പലത്തിലും ഒക്കെ സമർപ്പിച്ച് ജാതകത്തിലുള്ള എല്ലാ ദോഷങ്ങളും മാറി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.